जिला का अध्यक्ष रिजु कुमार जी, मेकला जनरल सेक्रेटरी करमना अजीत जी, हमारे युवा नेता पिछले 1-2 साल से निर्मनाड़ लोगों के साथ रहे, उसको आशाओं को पहचाने हुए हैं हमारा कैंडिडेट गोकुल युवराज गोकुल जी, पुवतूरू जयंत जी, सुरेश नेट्टाचार्य जी, प्रेम कुमार जी, राजेश जी, शिवसेना से राजेश जी, कनकराज जी मंडल प्रेसिडेंट, सुरेश बाबू जी दूसरा मंडल प्रेसिडेंट, साजू जी, मुरली कृष्णन जी, एंड हमारे साथ केवल मैं नहीं हूँ, महाराष्ट्र से एक एमएलए आए हैं, वो राम सतपुते जी। एमएलए क्यों आए? एमएलए बनाने के लिए। ऐसे खुद एमएलए जीत के, खुद एमएलए जीत के हमारा केरल में भी एमएलएस को जिताना, ऐसे बोल के हम बहुत सारे एमएलएस को लाए हैं। कोल्हापुर से जीत के अभी महाराष्ट्र सरकार में काम करने वाले राम सतपुते जी हमारे साथ है। निर्मनाड़ का सभी नेतागण, मेरे भाइयों, बंधुओं, मीडिया फ्रेंड्स, ഈ ചടങ്ങിൽ സംബന്ധിച്ച ബഹുമാന്യരായ ശ്രീ കരമന അജിത് 2 വർഷമായി നെടുമങ്ങാടിൻ്റെ പ്രതീക്ഷകളുടെ പ്രതീകമായി മാറിയിട്ടുള്ള യുവ നേതാവ്, നമ്മുടെ യുവരാജാവ് ശ്രീ യുവരാജ് ഗോകുൽ, ശ്രീ പുവത്തൂർ ജയൻ, ശ്രീ സുരേഷ് ബാബു, മഹാരാഷ്ട്ര സംസ്ഥാനത്തിൽ നിന്നും സ്വയം എംഎൽഎ ആയി ജയിച്ച് കേരളത്തിൽ എംഎൽഎമാരെ സൃഷ്ടിക്കുന്നതിനായി എത്തിയിട്ടുള്ള ശ്രീ രാംജി, നെടുമങ്ങാടിലെ ബഹുമാന്യരായ നേതാക്കന്മാരെ, എൻ്റെ സഹോദരി സഹോദരന്മാരെ, बंधुआ, मैंने एक ही प्रश्न पूछने के लिए आई हूँ। वो प्रश्न क्या है? वो प्रश्न है, आज़ादी के बाद नेडमनाड़ से एक भी एमएलए हमारा ध्वनि बन के, हमारा आवाज़ बन के नियम सभा में नहीं गए। इसीलिए मैंने आपको पूछना आई हूँ, നിയമസഭയിൽ എങ്കല എംഎൽഎ വേണ്ട? എനിക്ക് നിങ്ങളോട് ഒരു ചോദ്യമാണ് ചോദിക്കാനുള്ളത്. സ്വാതന്ത്ര്യത്തിന് ശേഷം നമ്മുടെ ശബ്ദമായി മാറിയ ഒരു എംഎൽഎ നെടുമങ്ങാട് മണ്ഡലത്തിൽ നിന്നും ഉണ്ടായിട്ടുണ്ടോ ഇല്ലയോ? അത്തരത്തിലൊരു എംഎൽഎ നമുക്ക് ആവശ്യമുണ്ടോ ഇല്ലയോ? पिछले 10 साल से मोदी जी बहुत पैसा केरल को भेज रहे हैं, केरल सरकार को भेज रहे हैं, क्योंकि हमारा देश में फेडरल सिस्टम है। रेलवे और हाईवे छोड़ के, एयरपोर्ट, रेलवे, हाईवे, ये 3 छोड़ के बाकी सब पैसा राज्य सरकार को आता है। കഴിഞ്ഞ 10 വർഷമായി ആരാധ്യനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി ഫെഡറൽ സംവിധാനത്തിൻ്റെ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് കോടിക്കണക്കിന് രൂപ കേരളത്തിന് നൽകുന്നുണ്ട്. റെയിൽവേയും ഹൈവേയും ഒഴിച്ചുള്ള മറ്റെല്ലാ മേഖലകളിലും കേന്ദ്ര സർക്കാരിൽ നിന്ന് കോടാനുകോടി രൂപ സംസ്ഥാന സർക്കാരിന് ലഭിക്കുന്നുണ്ട്. मगर मैं आपको पूछती हूँ, मोदी दिया हुआ स्कीम्स पैसे किधर गया? जल जीवन मिशन, सबको पीने का पानी देने का पानी नहीं आया। केरल का गांव-गांव में पानी का कमियां है, पानी का समस्या है, इधर भी पानी का समस्या है, किधर गया? प्रधानमंत्री नरेंद्र मोदी ने पूरा देश को, अभी विदेश वाले आके स्टडी कर रहे हैं हमारे देश में, आयुष्मान कार्ड। आयुष्मान कार्ड क्या है? कितने लोगों के पास आयुष्मान कार्ड है? एक बार हाथ उठाइए। ആയുഷ്മാൻ കാർഡ് ഉള്ളവർ കൈ ഉയർത്താനാണ് മന്ത്രി ആവശ്യപ്പെടുന്നത്. केवल इतना ही लोग,
नरेंद्र मोदी जी ने आयुष्मान कार्ड दिया, क्यों दिया? हमको किसी को पता नहीं है किसको कैंसर आएगा, किसको किडनी प्रॉब्लम आएगा, किसको हार्ट प्रॉब्लम आएगा, किसको क्या समस्या आएगा, हमको तो पता नहीं। ये भगवान का इच्छा है, हमारा शरीर है। आयुष्मान कार्ड दिया क्योंकि आप हॉस्पिटल गया तो, आपका परिवार हॉस्पिटल गया तो 5 लाख तक हॉस्पिटल का बिल भरने वाला कार्ड है, वो आयुष्मान कार्ड है। नरेंद्र मोदी जी ने हर फैमिली को देने को बताया। എനിക്ക് ഇവിടെയുള്ള ഭരണകർത്താക്കളോട് ചോദിക്കാനുള്ളത്, കേന്ദ്ര സർക്കാർ കേരളത്തിലെ ജനങ്ങളുടെ വികസനത്തിനായി അനുവദിച്ച കോടാനുകോടി രൂപ എന്ത് ചെയ്തു എന്നുള്ളതാണ്. ഓരോ ഗ്രാമങ്ങളിലും ഓരോ വീടുകളിലും പൈപ്പ് ജലം എത്തിക്കുന്നതിനായി ആവിഷ്കരിച്ച ജൽജീവൻ മിഷനിലൂടെ ഈ കേരളത്തിലെ ഗ്രാമവാസികൾക്ക് ശരിയായ രീതിയിൽ കുടിവെള്ളം ലഭ്യമായോ ഇല്ലയോ? അതുപോലെ അന്താരാഷ്ട്ര തലത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു പദ്ധതിയാണ് ആയുഷ്മാൻ ഭാരത് ചികിത്സാ പദ്ധതി. ഈ പദ്ധതിയിലൂടെ സൗജന്യമായി 5 ലക്ഷം രൂപയുടെ ചികിത്സാ കാർഡ് കേരളത്തിലെ ജനങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. നമുക്കറിയില്ല, സാധാരണക്കാരായ നമുക്ക് ഓരോരുത്തർക്കും എന്തെങ്കിലും അടിയന്തര സാഹചര്യത്തിൽ ക്യാൻസർ പോലെയുള്ള, ഹാർട്ട് അറ്റാക്ക്, ഹൃദയസ്തംഭനം പോലെയുള്ള രോഗങ്ങൾ വരുമോ ഇല്ലയോ എന്ന്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ അടിയന്തര സാഹചര്യങ്ങളിൽ ഭാരതത്തിലെ സാധാരണക്കാരായിട്ടുള്ള ആളുകളെ സഹായിക്കാനായിട്ട് ആദരണീയനായ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജി നൽകിയ ആയുഷ്മാൻ ഭാരത് പദ്ധതി ശരിയായി നടക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾ ഓരോരുത്തരും വിലയിരുത്തേണ്ടത് അത്യാവശ്യമാണ്. വിദേശ രാജ്യങ്ങളിൽ നിന്നും നിരവധി സംഘങ്ങൾ ഭാരതത്തിലെത്തി അതിനെക്കുറിച്ച് പഠനം നടത്തുകയാണ്. ऐसे अलग अलग योजना घर दिया है। केरल का गांव-गांव में घर नहीं आता है। कितना लोगों को अभी भी घर नहीं है। स्वातंत्र के, आज़ादी के 78 ईयर्स के बाद भी हमारे देश में बहुत लोगों को घर नहीं है, खुद का घर नहीं है, साइट नहीं है। प्रधानमंत्री जी ने घर देने के लिए पैसा देते हैं, वो पैसा किधर जाता है? पानी देने का पैसा किधर जाता है? सड़क बनाने के लिए पैसा देते हैं, वो किधर जाता है? हॉस्पिटल के लिए, हॉस्पिटल का डेवलपमेंट के लिए पैसा दे रहे हैं, वो किधर जाता है? जनऔषधि केंद्र हर गांव में शुरू करना इधर बहुत गांव में नहीं होता है, क्यों? ये प्रश्न पूछने के लिए मैं आई हूँ. 75 വർഷത്തിന് ശേഷം കേന്ദ്ര സർക്കാർ കേരളത്തിന് നൽകിയ കോടാനുകോടി രൂപ എന്ത് കാര്യത്തിന് ചെലവഴിച്ചു എന്ന ചോദ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഞാനിവിടെ വന്നിട്ടുള്ളത്. നിരവധി പദ്ധതികളാണ് ദേശീയ തലത്തിൽ കേരളത്തിൻ്റേത് ഉൾപ്പെടെയുള്ള വികസന പദ്ധതികൾക്കായി ഇവിടെ ആവിഷ്കരിച്ചിട്ടുള്ളത്. പ്രധാനമന്ത്രി ആവാസ് യോജന, അതിന് നൽകിയ കോടാനുകോടി രൂപ ഏത് കാര്യത്തിനാണ് ചെലവഴിച്ചത്? റോഡുകളുടെ വികസനം, അടിസ്ഥാന സൗകര്യ വികസനത്തിനായി ചെലവഴിക്കപ്പെട്ട രൂപ, കുടിവെള്ളം ലഭ്യമാക്കുന്നതിനായി അനുവദിച്ച രൂപ, ആശുപത്രികളുടെ വികസനത്തിനായി അനുവദിച്ച രൂപ, ജനൌഷധി കേന്ദ്രങ്ങൾ രൂപീകരിച്ചുകൊണ്ട് സാധാരണക്കാർക്ക് 50% ഡിസ്കൗണ്ടിൽ മരുന്നുകൾ നൽകുന്നതിനായി അനുവദിച്ച രൂപ, ഈ ഫണ്ടുകളെല്ലാം സംസ്ഥാന സർക്കാർ എന്ത് ചെയ്തു എന്ന ചോദ്യവുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. मैं केवल केरल का चुनाव में नहीं आई, अलग अलग राज्य का चुनाव में जाती हूँ. किधर किधर एनडीए सरकार है, उधर मोदी जी का पैसा नीचे तक जा रही है, एंड किधर हमारा सरकार नहीं है, एंड पूछने वाला भी नहीं है, आवाज़ उठाने वाले भी नहीं है, उधर पैसा नहीं जा रहे हैं. नहीं तो दूसरे काम में, गलत काम में, खुद का काम में वो उपयोग हो रही है. ഞാൻ കേരളത്തിൽ മാത്രമല്ല മറ്റ് സംസ്ഥാനങ്ങളിലും വിവിധ പദ്ധതികളുടെ അവലോകനവുമായി സഞ്ചരിക്കാറുണ്ട്. ഏതെല്ലാം സംസ്ഥാനങ്ങളിൽ NDAയുടെ സർക്കാരുണ്ടോ അവിടെ കൃത്യമായി കേന്ദ്ര സർക്കാരിൽ നിന്ന് ലഭിക്കുന്ന ഫണ്ട് കൃത്യമായി വിനിയോഗിക്കപ്പെടുന്നു. എന്നാൽ കേരളം പോലെയുള്ള സംസ്ഥാനങ്ങളിൽ ചോദിക്കാൻ ആളില്ലാത്തതുകൊണ്ട് മറ്റ് കാര്യങ്ങളിലേക്ക് കേന്ദ്ര സർക്കാർ അനുവദിക്കുന്ന തുക വകമാറ്റി ചെലവഴിച്ച് സംസ്ഥാന ഗവൺമെൻറ് സ്വയം പേരെടുക്കാനുള്ള പരിശ്രമമാണ് നടത്തുന്നത് എന്ന കാര്യം നാം ഓരോരുത്തരും തിരിച്ചറിയണം. नडमनाड कॉन्स्टिट्यूंसी में पिछले 10 साल UDF था, अभी 10 साल LDF है. UDF का सरकार में UDF का MLA थे, LDF का सरकार में LDF का MLA है, राइट है. क्या कर रहे हैं? केवल MLA नहीं, मंत्री भी है. मैं इधर का MLA को पूछना चाहती हूँ, आप नियम सभा में जाते हैं,
ये नड़मनाड का विषय को क्या बोला, क्या रखा, उसको न्याय दिलाने का काम क्या किया, ऐसे पूछने को मैंने आई हूँ. ആദ്യത്തെ 10 വർഷം UDF MLA ആയിരുന്നു. തുടർന്ന് 10 വർഷം LDFിൻ്റെ MLA ആയിരുന്നു. വെറുമൊരു MLA മാത്രമല്ല, സംസ്ഥാനത്തിൻ്റെ മന്ത്രി കൂടിയായിരുന്നു. എനിക്കിവിടുത്തെ MLAയോട് ചോദിക്കാനുള്ളത്, മന്ത്രിയോട് ചോദിക്കാനുള്ളത്, നിങ്ങൾ നിയമസഭയിൽ പോയിട്ട് നെടുമങ്ങാട് മണ്ഡലത്തിന് വേണ്ടി എന്ത് കാര്യങ്ങളാണ് ആവശ്യപ്പെട്ടത് എന്ന കാര്യം ചോദിക്കാനായിട്ടാണ് ഞാനിവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. നിയമസഭക്ക് you cannot go because only MLA can attend. MLA जा सकते हैं, आप लोग नहीं जा सकते. आप देखने के लिए, दूर से देखने के लिए जा सकते हैं. कितना लोग नियमसभा में गया, एक बार हाथ उठाइए. നിയമസഭ സന്ദർശിച്ചിട്ടുള്ളവർ കൈ ഉയർത്താൻ ആവശ്യപ്പെടുകയാണ്. ഗാലറിയിൽ कितना लोग गए? केवल എത്ര പേർ 1 2 3 കണ്ടിട്ടുണ്ട്? 4 5 6 7 8 9 10 नियमसभा केवल 10 लोग इधर देखे, राइट? वो देखे, बोले हैं क्या? आप कोई बोला उधर? बोले कुछ बात किया? नहीं. എന്തെങ്കിലും സംസാരിച്ചോ? നിയമസഭയിൽ പോയ ആളുകൾക്ക് എന്തെങ്കിലും സംസാരിക്കാനുള്ള आप അവസരം കിട്ടിയോ? नियमसभा में नहीं गए, कौन गए उधर बात नहीं कर सकता है, देख सकता है. मगर आप MLA को भेज रहे हैं आपका बात रखने के लिए. आपका समस्या क्या है, महिला का समस्या क्या है, स्कूल का समस्या क्या है, कॉलेज का समस्या क्या है, हॉस्पिटल का समस्या क्या है, पीने का पानी का समस्या क्या है, घर का समस्या क्या है, ये बात रखने के लिए आप MLA को नियमसभा में भेजते हैं. നാം അറിയുന്നതാണ്, നമുക്കാർക്കും നിയമസഭയിൽ നേരിട്ട് പോയി ചോദ്യങ്ങൾ ഉന്നയിക്കാൻ കഴിയില്ല. നമുക്ക് നമ്മുടെ പ്രതിനിധിയായി നാം MLA തിരഞ്ഞെടുത്ത് നിയമസഭയിലേക്ക് അയക്കുന്നത് നമ്മുടെ പ്രശ്നങ്ങൾ ഉന്നയിക്കാനാണ്. നമ്മുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, നെടുമങ്ങാടിൻ്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, സ്കൂളുകൾ സംബന്ധമായ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, ആശുപത്രികൾ സംബന്ധമായ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, കുടിവെള്ളം സംബന്ധിച്ച പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, ഈ ചോദ്യങ്ങൾ നിയമസഭയിൽ നെടുമങ്ങാടിന് വേണ്ടി ഉന്നയിക്കുന്നതിന് വേണ്ടിയാണ് നാം MLAയെ തിരഞ്ഞെടുത്ത് നിയമസഭയിലേക്ക് അയക്കുന്നത്. ഞാൻ മനസ്സിലാക്കുന്നു, ചില ആളുകളെങ്കിലും നിയമസഭയുടെ ഗ്യാലറിയിലിരുന്ന് നിയമസഭയുടെ പ്രവർത്തനങ്ങൾ മനസ്സിലാക്കുന്നതിനായി നിയമസഭയിൽ പോയിട്ടുണ്ട്. അവിടെ നിങ്ങൾക്കറിയാം, നമുക്ക് നേരിട്ട് യാതൊരു പ്രശ്നങ്ങളും ഉന്നയിക്കുന്നതിനുള്ള അവസരം ലഭിക്കുന്നില്ല. അതിനായിട്ടാണ് നാം MLAയെ തിരഞ്ഞെടുത്ത് നിയമസഭയിലേക്ക് അയക്കുന്നത്. इतना आशा भाव से आप वोट दिया, आपका मन में था मेरा बात हमारा MLA उधर रखेंगे, मगर नहीं रखा. मोदी जी इतना पैसा दिल्ली से हमारा गांव तक भेज रहे हैं, वो नहीं आ रहे हैं. उसको पूछने वाले हैं क्या? LDF एंड NDF मिले जुले हैं. इसका बात वो नहीं रखेंगे, उसका बात ये नहीं रखेंगे. ये समस्या केरल में है. एडजस्टमेंट पॉलिटिक्स, उसको बोलते हैं एडजस्टमेंट. LDF MLA हुआ तो UDF नहीं पूछते हैं, UDF के MLA तो LDF नहीं पूछते हैं. ഈ പ്രതീക്ഷകൾ നിറവേറ്റാനാണ് നാം MLAമാരെ തിരഞ്ഞെടുത്ത് നിയമസഭയിലേക്ക് അയക്കുന്നത്. മോദിജി ഡൽഹിയിൽ നിന്നും സംസ്ഥാന സർക്കാരിന്, ശരിയായി പറഞ്ഞാൽ കേരളത്തിലെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് അയക്കുന്ന ശരിയായിട്ടുള്ള തുകകൾ ശരിയായി ചെലവഴിക്കപ്പെടുന്നുണ്ടോ, യഥാർത്ഥ പദ്ധതികൾക്കായി ചെലവഴിക്കുന്നുണ്ടോ എന്ന് ചോദിക്കാൻ ഇവിടെ ആളില്ല. LDFും UDFും ഒരു നാണയത്തിൻ്റെ 2 വശങ്ങളാണ്. അവർ പരസ്പരം അഡ്ജസ്റ്റ്മെൻ്റ് രാഷ്ട്രീയമാണ് ഇവിടെ കളിക്കുന്നത്. ഈ പ്രശ്നം എല്ലാ കാലത്തും കേരളത്തിൽ നിലനിൽക്കുന്നു. LDF MLA ആണെങ്കിൽ UDFുമായി അഡ്ജസ്റ്റ്മെൻ്റ് രാഷ്ട്രീയം കളിക്കുന്നു, UDFിൻ്റെ MLA ആണെങ്കിൽ LDFുമായി അഡ്ജസ്റ്റ്മെൻ്റ് രാഷ്ട്രീയം കളിക്കുന്നു. അതുകൊണ്ട് കേന്ദ്ര സർക്കാർ സാധാരണക്കാരുടെ വികസനത്തിനായി അനുവദിക്കുന്ന കോടാനുകോടി രൂപ ശരിയായി ചെലവഴിക്കുന്നുണ്ടോ എന്ന് ചോദിക്കാൻ ഇന്ന് നിയമസഭയിൽ നമ്മുടെ ശബ്ദം ഉയർത്താൻ നമുക്കൊരാളില്ല. इसीलिए ये चुनाव में कैंडिडेट कौन है आपका? LDF का कैंडिडेट, LDF का MLA और मंत्री अभी है. UDF का कैंडिडेट कौन है? उसको कैंडिडेट ही नहीं है, वो इंपोर्ट कर रहे हैं. LDF से इंपोर्ट करके UDF का कैंडिडेट बना रहे हैं, राइट? सही है ना? LDFും UDFും സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുണ്ട്. LDF എന്ന് പറഞ്ഞാൽ MLA മാത്രമല്ല, മന്ത്രിയാണ് ഇപ്പോൾ മത്സരിക്കുന്നത്. UDFിനാണെങ്കിൽ ശരിയായൊരു സ്ഥാനാർത്ഥി തന്നെയില്ല, മറ്റൊരു സ്ഥലത്ത് നിന്ന് ഇറക്കുമതി ചെയ്താണ് സ്ഥാനാർത്ഥിയെ കൊണ്ടുവരുന്നത്. मैंने आपको विनती करती हूँ, ज़्यादा बात नहीं करती हूँ, क्योंकि
आपसे मेरे लिए केवल समय चाहिए। आपका 17 दिन बाकी है अभी इलेक्शन को, केवल 17-18 days आर लेफ्ट फॉर द इलेक्शन। मुझे क्या चाहिए, गोकुल को क्या चाहिए, केवल आपका समय चाहिए। इसको विनंती करने के लिए मैंने आई हूँ। ഇനി 17-18 ദിവസങ്ങൾ മാത്രമേ കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ളൂ. ഇലക്ഷൻ അടുത്തിരിക്കുകയാണ്. നിങ്ങൾ ഓരോരുത്തരുടെയും സമയമാണ് ആവശ്യം. ആ 17-18 ദിവസങ്ങളിലെ ശരിയായ സമയം ചെലവഴിച്ചുകൊണ്ട് യുവരാജ് ഗോകുലിന് എന്താണോ ആവശ്യമുള്ളത് അത് നേടിക്കൊടുക്കുക എന്നൊരു അഭ്യർത്ഥനയുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. नरेंद्र मोदी जी का ऊपर सबका विश्वास है ना, है कि नहीं? നരേന്ദ്രമോദിജിയോട് എല്ലാവർക്കും വിശ്വാസമില്ലേ? विश्वास उंडा ഉണ്ടോ ഇല്ലേ? उंडा जोर से बोलिए, उंडा इल्ले उंड। विश्वास है तो आप बीजेपी को जिताना, क्योंकि मोदी जी बोलते हैं हमारा ध्वनि, हमारा वॉइस नियम सभा में होना चाहिए। ये साल तो हम एमएलए को भेजना ही भेजना। किसको भेजना? आपका दर्द को, आपका समस्या को, आपका दर्द को, महिला का दर्द को, युवक का दर्द को, बच्चे का दर्द को नियम सभा में रखने वाले को हम भेजना। നിങ്ങൾ നരേന്ദ്രമോദിജിയെ വിശ്വസിക്കുന്നു എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ നരേന്ദ്രമോദിജി നമ്മൾ ഓരോരുത്തരോടും ആവശ്യപ്പെടുന്നത് നമ്മുടെ ശബ്ദം നിയമസഭയിൽ ഉയർന്നു കേൾക്കാൻ കഴിയുന്ന തരത്തിൽ ഒരു പ്രതിനിധിയെ നെടുമങ്ങാട് നിന്നും നിയമസഭയിലേക്ക് അയക്കണം എന്നതാണ്. അതിന് കഴിയുമോ ഇല്ലയോ എന്നതാണ് നമ്മുടെ ചിന്ത. നമുക്ക് യുവരാജനെ അയക്കാൻ കഴിയുമോ ഇല്ലയോ എന്നതാണ് ശബ്ദം. അത്യുച്ചത്തിൽ പറയൂ, യുവരാജായി നമ്മുടെ പ്രതിനിധിയായി നിയമസഭയിൽ പോകേണ്ടതുണ്ടോ ഇല്ലയോ? मैं आपको विनंती करती हूँ, मोदी जी तिरुवनंतपुरम में कॉरपोरेटर्स को जीता है ना, उसको घर बुलाए थे, मैं गई थी। प्रधानमंत्री जी तिरुवनंतपुरम का कॉरपोरेटर्स को प्रधानमंत्री जी का घर बुलाया था। वो ने मंच में बात नहीं किया, मोदी जी मंच बनाया था, उधर मंच पे नहीं बैठा, वो माइक पकड़ के उधर आया, इधर उधर उधर सब जगह में आया। एंड एक बात वो रखा, रोते रखा, आज मुझे अच्छा लग रहा है, मैं खुश हूँ, इसीलिए आपका साथ मैंने खड़ा होके बोल रहा हूँ। ये तिरुवनंतपुरम जीतने के लिए हजारों लोग बलिदान किया, हजारों लोग। हमारा कार्यकर्ता को सीपीएम वाले ने मार डाला। ആരാധനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം NDA പിടിച്ചപ്പോൾ ആ കൗൺസിലർമാരെ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ഡൽഹിയിലേക്ക് ക്ഷണിച്ച് അവരെ ആദരിച്ചു. അവിടെ അദ്ദേഹം വേദിയിലിരിക്കാതെ നമ്മുടെ മേയറുടെയും ഡെപ്യൂട്ടി മേയറുടെയും മറ്റ് കൗൺസിലർമാരുടെയൊക്കെ കൈ പിടിച്ചുകൊണ്ട് അവിടെയും ഇവിടെയും സന്തോഷം കൊണ്ട് കറങ്ങി നടക്കുന്നത്, തുള്ളിച്ചാടുന്നതാണ് ഞാൻ കണ്ടത്. ഞാൻ വളരെ സന്തുഷ്ടയാണ്. എനിക്കൊരുപാട് സന്തോഷമുണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം പിടിക്കാൻ തിരുവനന്തപുരത്തെ ഓരോ വിജയത്തിനു പിന്നിലും നമ്മുടെ ആയിരക്കണക്കിന് കാര്യകർത്താക്കൾ, പ്രവർത്തകർ ജീവൻ ബലി അർപ്പിച്ചിട്ടുണ്ട്. അവരുടെ ജീവിതം തന്നെ ഒഴിഞ്ഞു വച്ചിട്ടുണ്ട്. ആ കാര്യം നാം ഈ അവസരത്തിൽ ഓർക്കുക തന്നെ വേണം. कैसे जीता? तिरुवनंतपुरम जीतने के लिए बहुत लोगों का बलिदान हुआ, बहुत लोग जेल गए, बहुत लोगों का पैर काटा, बहुत लोगों का हाथ काटा। इतना बलिदान के बाद पहली बार तिरुवनंतपुरम में हम जीता। वो ने बोला मुझे चाहिए। अभी 2 महीने में तब वो आए थे दिल्ली, 2 महीने में चुनाव होने वाला है। केरल से मेरा पार्टी का ध्वनि रखने के लिए नियम सभा में एमएलए को भेजना चाहिए, ये मैं आपको विनंती करती हूँ, ऐसे प्रधानमंत्री जी ने बोला। തിരുവനന്തപുരം ഭരണ കേന്ദ്രമായി അല്ലെങ്കിൽ കോർപ്പറേഷൻ്റെ ഭരണം പിടിക്കാൻ നൂറുകണക്കിന് കാര്യകർത്താക്കൾ ജീവൻ ബലിയർപ്പിച്ചു. അവർ ജയിലിലേക്ക് പോയി, അവരുടെ ജീവിതം തന്നെ ഒഴിഞ്ഞു വെച്ചു. അതിൻ്റെ ഫലമായിട്ടാണ് കൗൺസിലർമാർക്ക് ഡൽഹിയിലെത്തി പ്രധാനമന്ത്രിയുടെ വസതിയിൽ അദ്ദേഹത്തോടൊപ്പം സമയം ചെലവഴിക്കാൻ കഴിഞ്ഞത്.
2 മാസത്തിനുള്ളിൽ അതിനുള്ളിൽ നിയമസഭയുടെ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം പുറത്തു വരും. ഞാൻ നിയമസഭയിൽ നമ്മുടെ NDAയുടെ ഭാരതീയ ജനതാ പാർട്ടിയുടെ ശബ്ദം മുഴങ്ങി കേൾക്കാൻ നിങ്ങളുടെ ഓരോരുത്തരുടെയും സഹായം അഭ്യർത്ഥിക്കുകയാണ്. ഒരിക്കൽ കൂടി ആ സഹായം അഭ്യർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ ഇവിടെ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. നിയമസഭയിൽ തീർച്ചയായും ഭാരതീയ ജനതാ പാർട്ടിയുടെ ശബ്ദം മുഴങ്ങി കേൾക്കുക തന്നെ വേണം. सभी NDA नेता बैठे हैं. भारतीय जनता पार्टी, BDJS, 2020 पार्टी, शिवसेना, सब लोग मिलके केरल को आगे बढ़ाना. केरल को मोदी जी का संकल्प है, केरल का लोगों का संकल्प है. ये केरल विकसित केरलम होना, सुरक्षित केरलम होना, ये हमारा संकल्प है. वो मोदी इसीलिए हम सबको भेजा है. इधर राम जी बैठे हैं, मैं आई हूँ. हम जीतने वाले स्टेट है. हम भी कर्नाटक में जीते, सरकार बनाए थे. महाराष्ट्र वाले अभी जीत के सरकार बनाया है. उधर भी NDA है, उधर भी NDA है, इधर भी हम NDA के साथ मिलके ये नियम सभा में हमारा ध्वनि रखने के लिए हम गोकुल को भेजना चाहिए. ऐसे मांग के, ऐसे विनती करने के लिए मैं आई हूँ. NDAയുടെ നേതാക്കൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതാക്കൾ, BDJSന്റെ നേതാക്കൾ, 2020യുടെ നേതാക്കൾ, ശിവസേനയുടെ നേതാക്കൾ. ആരാധ്യനായ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജിയുടെ സങ്കല്പം വികസിത കേരളം, സുരക്ഷിത കേരളം എന്നതാണ്. അസാധ്യമായ ഒന്നും തന്നെ ഇല്ല. കർണാടകയിൽ നാം സർക്കാർ രൂപീകരിച്ചു, മഹാരാഷ്ട്രയിൽ നാം സർക്കാർ രൂപീകരിച്ചു. ഇപ്രാവശ്യം കേരള നിയമസഭയിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ, മറ്റ് പാർട്ടികളുടെ, NDAയുടെ ശബ്ദം മുഴങ്ങി കേൾക്കണം. അതിനുള്ള പ്രവർത്തനങ്ങൾ നിങ്ങൾ ഓരോരുത്തരിൽ നിന്നും ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ അഭ്യർത്ഥനയോടെയാണ് ഞാനിവിടെ നിൽക്കുന്നത്. गोकुल एक छोटा कार्यकर्ता है, हमारे पास काम किया था. कर्नाटक में भी चुनाव में काम किया था. मैं जानती हूँ, केवल अभी नहीं, बहुत साल से मैं जानती हूँ. हमारा लक्ष्य क्या है? हमारा लक्ष्य है ऐसे नौजवान लोग नियम सभा में जाना, उधर हम भेजना. आपका बात को, आपका समस्या को उधर रखने वाले चाहिए. जाके उधर कुर्सी गरम करने वाले हमको नहीं चाहिए, पैसे बनाने वाले नहीं चाहिए. हमको चाहिए हमारा बात को नियम सभा में रखे. ऐसा काम हमारा गोकुल जी करेगा, जरूर करेगा. യുവരാജ് ഗോകുൽ ഇവിടെ ഇരിപ്പുണ്ട്. വർഷങ്ങൾക്ക് മുൻപ് കർണാടകയിൽ എന്നോടൊപ്പം പ്രവർത്തിച്ചിരുന്ന ആളാണ്. ഇത്തരത്തിലുള്ള ആളുകളെയാണ് നാം നിയമസഭയിലേക്ക് അയക്കേണ്ടത്. അല്ലാതെ കസേരയിൽ നിന്ന് ഉറങ്ങുന്ന, ഓരോ സമയവും നാട്ടുകാരെ പറ്റിച്ച് എങ്ങനെ പണം സമ്പാദിക്കാം എന്ന് ചിന്തിക്കുന്ന ആളുകളെ അല്ല. നമ്മുടെ ശബ്ദം, നെടുമങ്ങാടിൻ്റെ ശബ്ദം, നാം ഓരോരുത്തരുടെ ശബ്ദവും നിയമസഭയിൽ മുഴങ്ങി കേൾക്കാൻ നാം യുവരാജ് ഗോകുലിനെ ഭാരതീയ ജനതാ പാർട്ടിയുടെ NDAയുടെ സാരഥിയായി വിജയിപ്പിച്ച് നമ്മുടെ ശബ്ദം നിയമസഭയിൽ മുഴങ്ങി കേൾക്കാൻ അദ്ദേഹത്തെ നിയമസഭയിലേക്ക് തെരഞ്ഞെടുത്ത് അയക്കണം. गोकुल को आप भेजेंगे नहीं भेजेंगे? യുവരാജനെ അയക്കുമോ ഇല്ലയോ? भेजेंगे नहीं भेजेंगे? भेजेंगे. भेजने के लिए हम क्या करना, आप क्या करना? നിങ്ങൾക്ക് എന്താണ് ചെയ്യാനുള്ളത്? आप क्या करना? आप हमारा बूथ में काम करना. इसीलिए मैंने पहले बोली, मुझे आपसे केवल समय चाहिए, मेहनत चाहिए. आप हर एक बूथ में, आपका अलग अलग बूथ है, बूथ में हमारा वोट है. लास्ट टाइम वोट दिए हैं लोगों ने. केवल 5,000 से हम पीछे थे. पहले इलेक्शन में नर्मदान में केवल 5,000 में हम पीछे थे. നാം ഈ ലക്ഷ്യം നേടിയെടുക്കുന്നതിന് നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ബൂത്തിൽ പരമാവധി സമയം ചെലവഴിച്ച് പ്രവർത്തിക്കണം. ഞാൻ നേരത്തെ നിങ്ങളോട് നിങ്ങൾ ഓരോരുത്തരുടെയും സമയം അഭ്യർത്ഥിച്ചിരുന്നു. നമ്മുടെ പരിശ്രമമാണ് നമ്മുടെ വിജയം. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നാം 5,000-ന് താഴെ വോട്ടിൻ്റെ കുറവിലാണ് നാം പരാജയപ്പെട്ടത്. അത് പരിഹരിക്കപ്പെടണമെങ്കിൽ നാം ഓരോരുത്തരും നമ്മുടെ ബൂത്തിൽ, വ്യത്യസ്തമായിട്ടുള്ള നമ്മുടെ ഓരോരുത്തരുടെയും ബൂത്തിൽ വരുന്ന 17-18 ദിവസങ്ങളിൽ കഠിനമായ പരിശ്രമിച്ചുകൊണ്ട് നാം
നമ്മുടെ NDAയുടെ ഭാരതീയ ജനതാ പാർട്ടിയുടെ വിജയം സാധ്യമാക്കണം. നെടുമനാടിൽ 252 बूथ्स है, राइट? 252 बूथ है. हर एक बूथ में 200 वोट बढ़ा तो कई बूथ में 100 वोट, कई बूथ में 300 वोट, टोटली एवरेज 200 वोट हम ज़्यादा किया तो, थोड़ा मेहनत किया तो ये നെടുമനാട് भारतीय जनता पार्टी NDA का अभ्यर्थी गोकुल जीत सकता है. ये हमारा विश्वास है. എൻ്റെ അറിവനുസരിച്ച് 252 പരം ബൂത്തുകളാണ് നെടുമങ്ങാട് നിയമസഭയിലുള്ളത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമുക്ക് ലഭിച്ചതിനേക്കാൾ ഓരോ ബൂത്തിലും നമ്മുടെ പരിശ്രമം കൊണ്ട്, നമ്മുടെ സമയം ചെലവഴിച്ചുകൊണ്ട് 200 വോട്ടെങ്കിലും വർദ്ധിപ്പിക്കാനായാൽ തീർച്ചയായും നെടുമങ്ങാടിൻ്റെ സാരഥിയായി തീർച്ചയായും നമുക്ക് യുവരാജ് ഗോകുലിനെ വിജയിപ്പിച്ച് നിയമസഭയിലേക്ക് അയക്കാൻ കഴിയും. आने वाले 17 दिन आप टाइम दे सकते हैं क्या? हमारा कार्यकर्ता लोग बैठे हैं, हमारा नेता लोग बैठे हैं. मैं आपको एक ही विनती करती हूँ, 17 दिन में हमको नींद नहीं, हमारे घर में खाना नहीं, हम हमारे घर में नहीं खाना, हम दूसरे का घर में खाना, क्योंकि उधर थोड़ा सा खाना खा के हम वोट पूछना. इसलिए मैंने आपको विनती करती हूँ, आप हमको टाइम दीजिए, आपको हम अच्छा सरकार देंगे, आपका विषय को नियम सभा में हम रखेंगे. അടുത്ത 17 ദിവസമാണ് ഇനി ബാക്കിയുള്ളത്. നമ്മുടെ നേതാക്കളും പ്രവർത്തകരും നാം ഒരുമിച്ച് ഇവിടെ ഇരിപ്പുണ്ട്. നാം ചിന്തിക്കണം, അടുത്ത 17 ദിവസം നമുക്ക് ഒരു സെക്കൻഡ് പോലും പാഴാക്കാനില്ല. നാം നമ്മുടെ വീടുകളിൽ ഭക്ഷണം കഴിക്കുന്നതിന് അപ്പുറം മറ്റ് വീടുകളിലേക്ക് ചെന്ന് മറ്റ് കാര്യകർത്താക്കളുടെ വീടുകളിൽ നിന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ട് ഓരോ സെക്കൻഡും നമ്മുടെ ബൂത്തിൽ ഓരോ വോട്ടും വർദ്ധിപ്പിക്കുന്നതിനുള്ള പ്രവർത്തനമാണ് നാം നടത്തേണ്ടത്. അങ്ങനെയാണെങ്കിൽ തീർച്ചയായും കേരളത്തിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് NDAയ്ക്ക് സ്വാധീനമുള്ള ശക്തി കേന്ദ്രമായ സർക്കാർ രൂപീകരിക്കപ്പെടും. നമ്മുടെ ശബ്ദം കേരള നിയമസഭയിൽ മുഴങ്ങി കേൾക്കും. നരേന്ദ്രമോദിജി ആയു കിतना है? എത്ര വയസ്സ് നരേന്ദ്രമോദിജിക്ക് എത്ര വയസ്സുണ്ട്? എത്ര വയസ്സ്? 74 बता रहे हैं. हम सब इधर बैठे हैं, हमको कितना वयस? എൻ്റെ പ്രായം നമുക്ക് ഓരോരുത്തർക്കും എത്ര പ്രായമാണെന്ന് അറിയാലോ. नरेंद्र मोदी जी से ज्यादा आयु वाले इधर बहुत कम है, 4-5 लोग हैं. നരേന്ദ്രമോദിജിയെക്കാളും പ്രായം കൂടുതലുള്ള ആളുകൾ ഇവിടെ വളരെ കുറവാണ്. 4-5 പേര് മാത്രമേ ഉണ്ടാകൂ. नरेंद्र मोदी जी कितना घंटे काम करते हैं? कितना घंटे? അദ്ദേഹം എത്ര മണിക്കൂറാണ് ദിവസവും ജോലി ചെയ്യുന്നത്? പറയൂ, എത്ര മണിക്കൂറാണ്? 18 hours is working at the age of 74, right? देश का काम, विदेश का काम, युद्ध का काम, बॉर्डर का काम, समस्या, अलग अलग समस्या, फॉरेन जाते हैं, वापस आते हैं, इधर काम करते हैं, सब करते हैं, राइट? आप देखते हैं ना टीवी में. 74 एज में वो 18 आवर्स काम कर सकते हैं. पूरा 25 साल किया मुख्यमंत्री का नाते एंड अभी 10 साल में प्रधानी का नाते. मैं आपको विनती कर रही हूँ, 18 आवर्स केवल 17 डेज दीजिए बस. ആരാധനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി 74 വയസ്സ് പിന്നിടുന്ന ആളാണ്. അദ്ദേഹം ദിവസവും 18 മണിക്കൂർ ഈ രാജ്യത്തിനായി പ്രവർത്തിക്കുന്നുണ്ട്. നമ്മുടെ കാര്യം, നമ്മൾ ഓരോരുത്തരുടെയും കാര്യം, വിദേശ കാര്യങ്ങൾ, യുവാക്കളുടെ കാര്യങ്ങൾ, ഇങ്ങനെ രാജ്യത്തും വിദേശത്തുമായി യാത്രകൾ, ഇതിനെല്ലാം അദ്ദേഹത്തെ അല്പം പോലും ക്ഷീണമില്ലാതെ 18 മണിക്കൂർ ജോലി ചെയ്യുന്ന നരേന്ദ്രമോദിജിയെ നാം മാതൃകയാക്കി 25 വർഷമായി അദ്ദേഹം തുടർച്ചയായി പ്രവർത്തിക്കുകയാണ്. ഒരു ദിവസം പോലും ലീവ് എടുത്തിട്ടില്ല. അങ്ങനെ പ്രവർത്തിക്കുന്ന ആരാധ്യനായ നരേന്ദ്രമോദിജിക്ക് നാം പിന്തുണ അർപ്പിച്ചുകൊണ്ട് അടുത്ത 17 ദിവസം നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ 17 ദിവസങ്ങൾ ആവശ്യപ്പെടുകയാണ്. ആ 17 ദിവസം ഭാരതീയ ജനതാ പാർട്ടിക്ക് വേണ്ടി, NDAയ്ക്ക് വേണ്ടി നിങ്ങൾ ഓരോരുത്തരും മാറ്റിവെക്കുക. काम करेंगे कि नहीं? പ്രവർത്തിക്കുമോ ഇല്ലയോ? करेंगे कि नहीं? പ്രവർത്തിക്കുമോ ഇല്ലയോ? हम भारतीय जनता पार्टी का कार्यकर्ता लोग बैठे हैं, अलग अलग बूथ में जाना, हमारा काम करना, मोदी जी का योजना को बताना. ये सरकार हमारे लिए काम नहीं करते ऐसे बोल रहे, इतना ही बात. मोदी जी अच्छा कर रहे, हम अच्छा करेंगे, ये सरकार बेकार है, UDF LDF नहीं कर रहे हैं ऐसे बताना.
इतना बताने के लिए 17 दिन चाहिए। इसलिए मैं आपको विनंती करती हूँ, जरूर आप समय दीजिए, गोकुल को भेजिए। नियम सभेतिल नंगल ध्वनि വേണം. നിങ്ങൾക്ക് വായിച്ചില്ലല്ലേ? നിയമസഭത്തിൽ എങ്കല ധ്വനി വേണ്ട വേണ്ട വേണം. വേണ്ട 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 इधर ही ध्वनि नहीं है, क्या करूं? जोर से बोलिए, नियम सभेतिल नंगल ध्वनि वेणा। इसीलिए मैं आपको विनंती करती हूँ, गोकुल को चुन के भेजिए। आपका ध्वनि रखने का काम गोकुल जी नियम सभा में करेगा। उसके साथ हम देंगे, मैं मंत्री हूँ केंद्र का, उसका साथ हम देंगे, उसके साथ मिलके हम काम करेंगे, आपका काम करेंगे। आपको क्या नहीं है उसको दिलाने का काम भी हम एमएलए का मूलक हम जरूर करेंगे। ऐसे मैंने विनंती करती हूँ। बोलो भारत माता की जय. बोलो भारत माता की जय. भारतीय जनता पार्टी की जय. नरेंद्र मोदी जी की जय. नरेंद्र मोदी जी की जय. युवराज गोकुल की जय. युवराज गोकुल की जय. तामरे विजय कहते। हाँ, आप सब काम करेंगे, करेंगे ना? भाई लोग चुप है, एटलीस्ट महिला ठीक है। करेंगे कि नहीं? बोलो भारत माता की ജയ്. ഓരോ ബൂത്തുകളിലും നരേന്ദ്രമോദിജിയുടെ വികസന പ്രവർത്തനങ്ങൾ എത്തിക്കുക. LDFും UDFും ഒരു നാണയത്തിൻ്റെ ഇരുവശങ്ങളാണെന്ന് ബോധ്യപ്പെടുത്തുക. കേരള നിയമസഭയിലേക്ക് നാം ഓരോരുത്തരുടെയും ശബ്ദം മുഴങ്ങിക്കേൾക്കാൻ, നെടുമങ്ങാടിൻ്റെ ശബ്ദം മുഴങ്ങിക്കേൾക്കാൻ നാം ഓരോരുത്തരും യുവരാജ് ഗോകുലിനെ വിജയിപ്പിച്ച് നിയമസഭയിലേക്ക് അയക്കണം. അതിനുള്ള പ്രവർത്തനങ്ങൾ അടുത്ത 17 ദിവസങ്ങളിൽ നിങ്ങൾ ഏറ്റെടുക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.